അഫ്ഗാനിസ്ഥാൻ ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന് ഇന്റലിജൻസിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ ഡൽഹിയിലും ഉത്തരാഖണ്ഡിലും അതീവ ജാഗ്രതാ നിർദ്ദേശമാണ്. ക്ഷേത്രങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും ലക്ഷ്യമിടാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ മുന്നറിയിപ്പിന്റെ ഉള്ളടക്കം. ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. വിഷ്ണു പ്രസാദാണ് വിവരങ്ങളുമായി ചെന്നത്. വിഷ്ണു, ഈ ഭീഷണിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ മുൻകരുതലുകൾ അന്വേഷണം എന്ന നിലയിൽ മുന്നോട്ട് പോകുന്നു? രതീഷ്, കഴിഞ്ഞ ദിവസമാണ് 3 ദിവസം നീണ്ടു നിന്ന ഈ നിഹംഗുകളുമായുള്ള അവിടുത്തെ അധികൃതരുമായുള്ള ഒരു തർക്കം അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് അവിടെ ഒരു പ്രാദേശിക സംഘർഷത്തിൽ അറസ്റ്റിലായ 4 നിഹംഗുകളെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 3 ദിവസം ഈ അധികൃതർക്ക് നേർക്കുനേർ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു ക്രമസമാധാന പ്രശ്നമുണ്ടായിരുന്നു ഉത്തരാഖണ്ഡിൽ. അത് അവസാനിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഖലിസ്ഥാൻവാദികളിൽ നിന്ന് ഒരു ഭീകരാക്രമണ സന്ദേശം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അവർ ആക്രമിക്കുമെന്ന് പറഞ്ഞത് ആരാധനാലയങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും. ഉന്നത രാഷ്ട്രീയ നേതാക്കളെയും ഈ ഭീഷണി സന്ദേശത്തിൽ പേരുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ ഈ ആരാധനാലയങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ഉൾപ്പെടെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ കേന്ദ്ര സേനാ വിഭാഗങ്ങളുടെ സഹായവും പോലീസ് തേടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഭീഷണി കത്തിന്റെ അല്ലെങ്കിൽ ഭീഷണി മെയിൽ സന്ദേശത്തിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമങ്ങളും പോലീസ് ഊർജിതമായി തന്നെ തുടരുകയാണ്.